പുറത്ത് പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസ് ഫ്ലൈറ്റിൽ കയറുമ്പോൾ ശ്രദ്ധിക്കാത്ത 10 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിൽ അവസാനത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മിസ് ചെയ്യാതിരിക്കുക. ഫസ്റ്റ് വൺ, നമ്മുടെ ക്യാരി ഓൺ ലഗേജിൽ തീർച്ചയായിട്ടും ഉണ്ടാവേണ്ട 5 കാര്യങ്ങൾ. നിങ്ങൾ ചെക്ക്ഡ് ഇൻ ലഗേജിൽ കയറ്റിവിടാൻ പാടില്ല. നിങ്ങളുടെ പാസ്പോർട്ട്, സ്റ്റുഡൻറ് വിസ, യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ലെറ്റർ, നിങ്ങളുടെ അക്കോമഡേഷൻ ഡീറ്റെയിൽസ്, പിന്നെ നിങ്ങളുടെ എല്ലാ അക്കാഡമിക് ഡോക്യുമെന്റ്സ്, അതോടൊപ്പം ഒരു എമർജൻസി കോൺടാക്ട് ഇൻഫോർമേഷനും കൂടെ നിങ്ങൾ കരുതുക. രണ്ടാമത്, നിങ്ങളവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി വരുന്ന എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ ഓഫ്ലൈൻ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിൽ യൂണിവേഴ്സിറ്റിയുടെ അഡ്രസ്, അക്കോമഡേഷൻ്റെ അഡ്രസ്, എയർപോർട്ട് ടു ക്യാമ്പസ് പോകാനുള്ള ഡയറക്ഷൻസിൻ്റെ ഡീറ്റെയിൽ, യൂണിവേഴ്സിറ്റിയുടെ കോൺടാക്ട് നമ്പേഴ്സ്, പിന്നെ ഡിജിറ്റൽ കോപ്പീസ് ഓഫ് ഓൾ യുവർ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് ലൈക്ക് ബോർഡിംഗ് പാസ് ആൻഡ് എവറിത്തിങ്. മൂന്നാമത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പോകുന്ന കൺട്രിയുടെ ലോക്കൽ കറൻസി നിങ്ങൾ കുറച്ച് കയ്യിൽ അത്യാവശ്യം വെക്കണം. ബിക്കോസ് നമ്മളുടെ ഇന്റർനാഷണൽ കാർഡ്സ് എല്ലാം തന്നെ എല്ലായിടത്തും വർക്ക് ചെയ്യും എന്ന് ഒരിക്കലും നമ്മൾ അസ്യൂം ചെയ്ത് പോകരുത്. പിന്നെ ഇമിഗ്രേഷനിൽ ചോദിക്കുന്ന ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെ പോവുക. അഞ്ചാമത്തത്, നിങ്ങൾ അവിടുത്തെ ക്ലൈമറ്റ് അനുസരിച്ചുള്ള ഡ്രസ്സസ് നിങ്ങൾ എന്തായാലും പ്ലാൻ ചെയ്യണം. പിന്നെ അധികം ഇവിടുന്ന് ഡ്രസ്സ് കൊണ്ടുപോകണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, ബിക്കോസ് നമ്മുടെ ഇവിടുത്തെ ഫാഷൻ ആയിരിക്കില്ല അവിടുത്തെ ഫാഷൻ. സോ തീർച്ചയായിട്ടും കുറച്ച് ജാക്കറ്റ്സ്, 1-2 കോമൺ ജാക്കറ്റ്സ് നമുക്ക് കൊണ്ടുപോകാം. ആൻഡ് അവിടെ ചെന്നിട്ട് നമുക്ക് കുറച്ചുകൂടെ നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ മേടിക്കാൻ പറ്റും.